സംസ്ഥാന കൺവെൻഷനുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതി അതിൻ്റെ വരവ്, അതിൻ്റെ ചെലവുകൾ ഇവിടെ അവതരിപ്പിച്ച് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിച്ച് അതിൻ്റെ അവലോകനം നടത്തി നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം സമന്വയിപ്പിച്ച് ആ യോഗം, സ്വാഗത സംഘ യോഗം സമിതി പിരിച്ചുവിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സംസ്ഥാന കൺവെൻഷനുമായി ബന്ധപ്പെട്ട സംഘടനയുടെ ഒരു സംസ്ഥാന പരിപാടി ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരിൽ അവരൊക്കെ തന്നെ പങ്കെടുക്കേണ്ട ഒരു യോഗം കൂടിയാണ്. പക്ഷേ ക്ഷണിച്ചിരുന്നു. ചില അസൗകര്യങ്ങളും മറ്റ് അത്യാവശ്യങ്ങളും കാരണം നിങ്ങൾ അത് സന്തോഷപൂർവ്വം ആ പരിപാടി നടത്തി പര്യവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. എന്തായാലും തിരുവനന്തപുരം ജില്ല ആതിഥേയത്വം വഹിച്ച സംസ്ഥാന കൺവെൻഷൻ അതിഗംഭീരമായി തന്നെ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് എക്കാലവും അഭിമാനത്തോടുകൂടി തന്നെ പറയുവാൻ സാധിക്കും. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ കമാലുദ്ദീൻ അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. സംസ്ഥാന കൺവെൻഷന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച് കൺവെൻഷൻ ഒരു വൻവിജയമാക്കി തീർക്കുവാൻ അഹോരാത്രം പണിപ്പെട്ട ബഹുമാന്യനായ സംസ്ഥാന ട്രഷറർ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ആളുമായ ശ്രീ ബിനു ശിവദാസ് അവരുകളെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജ്യോതികുമാർ, അദ്ദേഹം ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതിയിൽ അദ്ദേഹം ചെയർമാനായിട്ടാണ് പ്രവർത്തിച്ചത്. ശ്രീ ജ്യോതികുമാർ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. അതോടൊപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ബിജുകുമാർ, അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള പ്രയത്നം ഈ സംസ്ഥാന കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെച്ചു. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുടെ ട്രഷററും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ സുധീഷ് പിള്ളാജ്, അദ്ദേഹവും വളരെയധികം പല കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി തന്നെ നമ്മുടെ ഈ സംസ്ഥാന കൺവെൻഷൻ ഈ തിരുവനന്തപുരത്ത് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ സബ് കമ്മിറ്റികളിൽ പ്രവർത്തിച്ച ഓരോരുത്തരുണ്ട്. പബ്ലിസിറ്റി കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ശ്രീ സബർ, കൺവീനറായി പ്രവർത്തിച്ച സബർ, അതുപോലെ ഇന്ന് നമ്മുടെ ദീപരാജ് വോളണ്ടിയർ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കാരണം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് ദീപരാജ് അറിയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലായിരുന്നു ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വർക്ക് ചെയ്തത്. വളരെ അച്ചടക്കത്തോട് വർക്ക് ചെയ്ത ഒരു കമ്മിറ്റിയായിരുന്നു അത്. അദ്ദേഹത്തിനും ഇവിടെ ഇന്ന് ഈ സാന്നിധ്യം ഇല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിലുള്ള സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ച ശ്രീ സജിത് രാജ്, അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ സ്റ്റേജ് ആൻഡ് ഡെക്കറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കൺവീനറായി പ്രവർത്തിച്ച ശ്രീ അൽതാഫ് എന്നുവേണ്ട വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ മീറ്റിംഗിന്റെ പേരിലുള്ള സ്വാഗതം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ, സെക്രട്ടറി എന്ന പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ ഭംഗിയായി സംസ്ഥാന കൺവെൻഷൻ നമ്മുടെ കഴിഞ്ഞ ഫെബ്രുവരി 5-6 തീയതികളിൽ ഇവിടെ നടന്നു. ആ കൺവെൻഷനിൽ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നടക്കുകയും അത് എത്രമാത്രം വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ ആലോചനകളും പ്രശ്നത്തിലാണ്. പക്ഷേ നമ്മുടെ ഓർഗനൈസർ ലേബിളിൽ നിന്നുകൊണ്ടും കൺവീനർ സ്ഥാനത്ത് നിന്നുകൊണ്ടും ഇവിടെ എല്ലാവരും ഇവിടെ അതിൽ പങ്കെടുത്ത അതിലുണ്ടായിരുന്ന ഒരേ ടീം വർക്ക് പോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതിനെ വിജയിപ്പിക്കുകയും ചെയ്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓപ്പറേറ്റർമാർ. അതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ജില്ലാ കമ്മിറ്റിയുടെ. കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ നമ്മൾ അത് പറയുകയുണ്ടായി, അതിന് നന്ദി അറിയിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ലേഡീസ് ഉൾപ്പെടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ സംസ്ഥാന കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയുണ്ട്. അത് ഏത് വോളണ്ടിയർ കമ്മിറ്റി ആയാലും മറ്റേ ഫുഡ് കമ്മിറ്റി ആയാലും നമ്മുടെ പബ്ലിസിറ്റി കമ്മിറ്റി ആയാലും എല്ലാ കൺവീനർമാരും കൊണ്ട് നേരത്തെ ഞാൻ ആവർത്തിക്കുന്നില്ല. അത് എല്ലാ ജില്ലയിൽ നിന്ന് വന്ന പ്രതിനിധികൾ നിങ്ങൾ കേട്ടിരിക്കും, എല്ലാവരും സംസാരിച്ചു. അതില്
ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരെല്ലാവരും പറഞ്ഞു, ഇത്രയേറെ നല്ല രീതിയിലുള്ള ഒരു കൺവെൻഷൻ തിരുവനന്തപുരത്ത് നടത്തിയത് ഏറ്റവും കൂടുതൽ അഭിമാനകരമായ നിമിഷമായിരുന്നു അത്. എല്ലാവരെയും എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൺവീനർമാരും ഇതുമായി സഹകരിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. പല സ്ഥലങ്ങളിലും നടന്നതുമായി ബന്ധപ്പെട്ട പോരായ്മകൾ, മറ്റു സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യം അത്തരം പോരായ്മകൾ പരിഹരിക്കുന്നതിനോട് അങ്ങനെ ഒരു പോരായ്മ നമ്മുടെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഓരോ പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റെടുത്തത്. അടുത്ത ഇതുപോലുള്ള സംഘടനാ പരിപാടികളും ഇതുപോലെ ഇപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ള നമുക്ക് തന്നെ ബോധ്യപ്പെട്ടുള്ള പോരായ്മകൾ നമുക്കുണ്ടാവാം. ആ പോരായ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം. അടുത്തൊരു പരിപാടി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ പോരായ്മകൾ കൂടി മറികടന്ന് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനമാകണം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സംസ്ഥാന കൺവെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് കൺവെൻഷൻ നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടുവരുമോ എന്ന് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തില്ല. എങ്കിലും അങ്ങനെ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന എക്സിക്യൂട്ടീവ് അത് അനുവദിക്കുകയുണ്ടായി. ഒരുപക്ഷെ സംസ്ഥാന സമ്മേളനം നമ്മൾ വിജയകരമായി നടത്തിയെങ്കിൽ ചില പോരായ്മകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ 8 വർഷത്തിന് മേളിലായിട്ട് നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് ഒരു സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് വളരെ കാലമായി. മാത്രമല്ല മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സംസ്ഥാന കമ്മിറ്റി ഈ സംസ്ഥാന കൺവെൻഷൻ നമുക്ക് തന്നത്. മാത്രമല്ല ഞാൻ അതിനകത്ത് കാണുന്ന ഒരു കാര്യം, മികച്ചൊരു സംഘാടകനായിട്ടുള്ള വിനോദ് ശിവദാസ് ഈ ജില്ലയെ നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൺവെൻഷനും ഏറ്റവും മികച്ച രീതിയിൽ നടത്തും എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ മോശക്കാരായിട്ടുള്ളതല്ല, നമ്മളൊന്നും മോശക്കാരായിട്ടുള്ളതല്ല, എന്നിരുന്നാലും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൺവെൻഷൻ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മൾ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഇനിയും നമ്മുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നമ്മൾ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ജില്ലയിലൊരു കൺവെൻഷൻ നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിസിറ്റിയാണ്. ഈ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അത് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള സഫർ വളരെ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. അതിനകത്ത് ഇവിടെ വിശദീകരിച്ച പോലെ തന്നെ സർക്കാരിൻ്റെ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് പഴയ കാലങ്ങൾ പോലെ കൊടികൂലൊക്കെ കിട്ടുന്നതിനൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ കിട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഈ കൺവെൻഷൻ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഏറ്റെടുത്ത അല്ലെങ്കിൽ നമ്മൾ ഈ കൺവെൻഷന് വേണ്ടി കണ്ടെത്തിയ സ്ഥലം ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ അത് മാറ്റിയത് ഏറ്റവും നന്നായി എന്നാണ് ഇന്ന് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നുള്ള വാർത്തകൾ കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് എടുത്തിരുന്നത് ടാഗോർ തിയേറ്റർ ആയിരുന്നു. ഇത്രയും മോശമായ ഒരു സ്ഥാപനം ഇന്നില്ല എന്നുള്ളതാണ് ആ പത്രത്തിലൂടെയൊക്കെയുള്ള നമ്മൾ അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി അവിടെ വന്നു പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ വളരെ കംഫർട്ടായിട്ടുള്ള വളരെയധികം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹാള് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ജില്ലയിൽ നടന്ന കൺവെൻഷനിൽ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരുണ്ട്. 1-2 പ്രവർത്തകർ എനിക്ക് തോന്നുന്നു ഇനിയും ജില്ലയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുൻപന്തിയിലേക്ക് വരാനുള്ള സാഹചര്യം പൊട്ടൻഷ്യലുള്ള ഒരുപാട് പ്രവർത്തകർ ഇതിനകത്തുണ്ട്. അവരെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് വരുന്ന സമ്മേളനങ്ങളും മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങളുടെ ജില്ലയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടും. ആ രീതിയിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ജില്ല നടത്തിയ ഈ കൺവെൻഷൻ സംസ്ഥാന കൺവെൻഷൻ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ സഹായിച്ച എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി. ജനറൽ കൺവീനർ എന്ന് പറയുന്ന ഓരോ കാര്യത്തിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി ഓരോന്ന് എഴുതി തയ്യാറാക്കിയതായത് ഈ പറയുന്ന പോലെ ഒരു ഫയൽ എപ്പോഴും കഴിക്കണം. ഓരോ ഷീറ്റ് പേപ്പറിൽ ഓരോ കമ്മിറ്റി എല്ലാവരും ചുമതലയുണ്ടെങ്കിലും ഓരോന്നിനെ കുറിച്ച് പ്രത്യേകം ഷീറ്റുകളാക്കി എഴുതി തയ്യാറാക്കി അതിന്റെ കുറവുകളും കാര്യങ്ങളും നമ്മൾ ഇന്നും രാത്രി വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ രണ്ടുപേരും കിടക്കുന്നതിന് മുമ്പേ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും ഓരോ അദ്ദേഹത്തിന്റെ കൈ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്
എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു അഭിനന്ദനം പ്രചാരണ കമ്മിറ്റി കൊടുക്കും. നമ്മുടെ ഈ സംസ്ഥാന കൺവെൻഷൻ തിരുവനന്തപുരം ജില്ലയെ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി ആയിരുന്നു. ഇവിടെ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ഫ്ലക്സ് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും അത് നമ്മുടെ ജനറൽ കൺവീനറിൻ്റെ ഒരു ഉപദേശപ്രകാരം റെയിൽവേ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് പബ്ലിസിറ്റി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ് കുറച്ച് പബ്ലിസിറ്റി നമുക്ക് ചെയ്യാൻ സാധിച്ചത്. പിന്നെ മറ്റ് മേഖലയിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരും ഇതിൻ്റെ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥത സഹകരിച്ചു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മൾ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമുക്കിവിടെ ഒരു സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലൊരു പരിപാടി അവതരിപ്പിക്കാൻ അതിൻ്റെ ഒരു ആതിഥ്യം വഹിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചത്. ഈ വോളണ്ടിയർമാരുടെയും ഈ സ്വാതന്ത്ര്യങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം കൂടി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ആ ഫുഡ് വിതരണവും എല്ലാം നമുക്ക് കൃത്യമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിനുള്ള സന്തോഷമുണ്ട്. സജീവമായി സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ നമ്മുടെ ചാർജുകാരൻ ഒരു കരിയില അനങ്ങിയാൽ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് മുഖസ്തുതി പറയല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ അത് പ്രത്യക്ഷമായും പരോക്ഷമായെല്ലാം നമ്മുടെ ഈ കൺവെൻഷന്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പം ആ കൺവെൻഷനിൽ പ്രത്യേകിച്ചും സ്റ്റേജ് ഡെക്കറേഷൻ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാലും അദ്ദേഹം നിരന്തരമായിട്ട് ഇവിടെ ഓരോരുത്തരെയും ബന്ധപ്പെടുമ്പോൾ ഞാനും എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ വർക്കലയിൽ നിന്ന് ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ ഇവിടെ എത്തുകയും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളവർ കൃത്യമായി പറഞ്ഞ ശ്രീ സന്തോഷം, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും നമ്മുടെ ട്രഷററുമായ ബൽരാജൻ നേരെ കൃത്യമായി ട്രെയിൻ തമ്പാനിൽ ഇറങ്ങി നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തുമ്പോൾ അവരുടെ ഒരു ഓഫീസിലൂടെ കാണും. 1-2 പ്രാവശ്യം ശ്രീ ബിജുകുമാർ എത്തിയിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ സബ് കമ്മിറ്റിക്ക് സഹായിച്ച എല്ലാവരെയുമാണ് എനിക്ക് പ്രത്യേകിച്ചും സന്തോഷിനോട് നേരത്തെ കൊണ്ട് അയസ് പറഞ്ഞു കഴിഞ്ഞു. സന്തോഷം തീർച്ചയായിട്ടും ഒരു നല്ല ഉത്തരവാദിത്തമുള്ള മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനം. ഒരു കാര്യങ്ങളും പറഞ്ഞാൽ അദ്ദേഹം മറിച്ച് നെഗറ്റീവായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിൽ നിന്ന് വരുന്ന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു DTP സെന്ററിൽ ഒരു പ്രസ്സിലോ എവിടെയെങ്കിലും എനിക്ക് അല്ലെങ്കിൽ പൊടി കിട്ടും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാവരും പറഞ്ഞ പോലെ അഭിനന്ദനം അറിയിക്കുന്നത് തന്നെയാണ്. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. സഫറൊക്കെ ഒരുപാട് ഉറക്കം ഒഴിഞ്ഞ് ഇതിനെല്ലാമായി നേതൃത്വം കൊടുത്ത നമ്മുടെ ജനറൽ കൺവീനർ, നമ്മുടെ ചാർജുകാരൻ, അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിനന്ദനമുണ്ട്. ജില്ലാ കമ്മിറ്റി ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ചു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ കൃത്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. പ്രധാനമായിട്ടും നമുക്ക് സംസ്ഥാന കൺവെൻഷൻ ഒരു മികച്ച കൺവെൻഷനായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ആദ്യം തിരഞ്ഞെടുത്ത വേദി നമ്മൾ ടാഗോർ തിയേറ്ററിൽ നിന്നും നമ്മൾ കാർമൽ കൺവെൻഷൻ സെന്ററിലോട്ട് മാറിയത് കൊണ്ട് തന്നെയാണ് നമുക്കത് വളരെ മികച്ച രീതിയിൽ നമുക്ക് നടത്തിപ്പെടാൻ കഴിഞ്ഞത്. പ്രധാനമായി ഈ കൺവെൻഷന്റെ വിജയത്തിന് ഇവിടെ സഹായിച്ചത് നമ്മുടെ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കല്ലറ, ആറ്റിങ്ങൽ, നെടുമങ്ങാട് മേഖലകളിൽ നിന്നുള്ള, കാരണം നമുക്ക് അറിയാം നമ്മുടെ പ്രതിനിധികളെല്ലാം കടന്നു വരുന്ന വഴി എല്ലാം നമുക്ക് ഫ്ലെക്സുകൾ സ്ഥാപിച്ചും അവിടെ ചുവരെഴുത്തുകളും ഒക്കെ സ്ഥാപിച്ചും പല സ്ഥലങ്ങളിലും പല നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പാലങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ ഫ്ലാഗുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു പബ്ലിസിറ്റി നടത്താൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനകത്ത് ഒക്കെ നമുക്ക് ആ സമയോചിതമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ പബ്ലിസിറ്റി വളരെയേറെ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി നമുക്ക് ഉണ്ടാക്കാം. നല്ലൊരു മികച്ച കൺവെൻഷനായി നമുക്ക് നടത്തിയെടുത്താൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഈ ഇവിടെ കൂടിയിട്ടുള്ള സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊടുക്കുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞത് തിരുവനന്തപുരം ജില്ല അങ്ങനെ അത്ര പുറകോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇനിയും ഒരു അംഗത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള കത്തിനും എഴുത്തുമൊക്കെ ഉണ്ട് നമുക്ക്. തീർച്ചയായിട്ടും ഈ ഒരു കൺവെൻഷൻ കൊണ്ട് തീരുന്നില്ല. ഇനിയും ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ പുതിയ പുതിയ ആൾക്കാർ ഈ കൺവെൻഷൻ ഈ നടത്തിപ്പിലൂടെയും കൺവെൻഷനൊക്കെ പ്രവർത്തിച്ചതിലൂടെയൊക്കെ പുതിയ ആൾക്കാർ വന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാര്യം ഇതിങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് വലുതാകുന്നത്.
പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പിന്നെ കേരളത്തിൽ നിന്ന് അങ്ങറ്റം നോക്കിക്കഴിഞ്ഞാൽ വനിതാ പ്രതിനിധികൾ ഏറ്റവും കൂടുതലുള്ളത് ചിലപ്പോൾ തിരുവനന്തപുരത്തിലായിരിക്കും. കാര്യം അത്തരം ആൾക്കാരെ നമ്മൾ വന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രാധാന്യം നമുക്ക് ഉണ്ടായി. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മികച്ചതാവുകയും പിന്നെ നമ്മൾ മികച്ച പ്രവർത്തനത്തിലൂടെ ഈ കൺവെൻഷൻ സംസ്ഥാനത്തുടനീളം നല്ല പേര് എടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ എല്ലാം വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും എൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. തിരുവനന്തപുരം ജില്ല വീണ്ടും ഒരു പിന്നെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെ ആണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അതിനെ സഹകരിക്കണം എന്നാണ്. ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും പിന്നെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 7ഓളം സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിലേക്ക്, സംസ്ഥാന കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിലേക്ക്. പക്ഷെ 7 സബ് കമ്മിറ്റിയിലും അതാത് കൺവീനർമാരുണ്ടെങ്കിലും എല്ലാത്തിലും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജനറൽ കൺവീനർ ബിനു ശിവദാസ് ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യവും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും മനസ്സിലാക്കത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ വിഷയം, ഒരു ചെറിയ മിസ്റ്റേക്ക് തോന്നുന്ന പറഞ്ഞാൽ നമ്മുടെ ഡൈസിയിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ചാർജർ ഇറങ്ങി വന്ന് ഒന്ന് പെട്ടെന്ന് ഒരു കാര്യം പറയുന്നതോടെ പിന്നെ കൂടുതൽ അലർട്ട് ആവാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലായാലും അവരുടെ എക്സിക്യൂട്ടീവിലായാലും ജില്ലാ കമ്മിറ്റിക്ക് ഈ പേര് നേടിത്തന്നതും നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരത്തിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് ഓരോ കൺവീനറെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ നീക്കങ്ങളും അവർക്ക് വേണ്ട ഉപദേശം നൽകിക്കൊണ്ട് ഈ സംസ്ഥാന കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബാക്കിയെല്ലാം അക്കോമഡേഷൻ ഉൾപ്പെടെ ഫുഡ് ഉൾപ്പെടെ എല്ലാത്തിനും ആത്മാർത്ഥമായിട്ട് ഡയറക്റ്റ് പ്രവർത്തിച്ച അയാളുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ, എനിക്ക് തോന്നുന്നു അല്ലാതെ വേറെ ആര് നമ്മുടെ ചാർജറായിട്ട് വന്നാലും ഇത്രയും നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇത് വിജയിപ്പിക്കാനുള്ള ഒരു കാര്യം നടക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആത്മാർത്ഥമായ 1000 അഭിനന്ദനങ്ങളെ അർപ്പിക്കുകയാണ്. അടുത്തതായി ഈ കണക്കും കാര്യങ്ങളും അവതരിപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട സംസ്ഥാന ട്രഷറർ നമ്മുടെ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറുമായ ആരാധ്യനായ ബിനു ശിവദാസെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 9ാം സംസ്ഥാന സമ്മേളനമാണ് നമ്മൾ നടത്തിയ ഈ ഫുഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്നത്. ആ ഫുഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും സംഘടനയുടെ നേതൃത്വം വിലയിരുത്തിപ്പെട്ടത് 9ാം സംസ്ഥാന സമ്മേളനം വിജയമാണെന്നാണ്. കാരണം നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മളന്ന് വളരെ ഭംഗിയായിട്ട് നടത്തി. അന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയൊക്കെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ പോയിട്ട് അദ്ദേഹം ചെയ്തതല്ലല്ലോ. അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ. അതൊന്നും വെച്ചിട്ടല്ല നമ്മളൊരു സമ്മേളനം ജയപരാജയങ്ങളെ ഒന്നും വിലയിരുത്തുന്നത്. അപ്പൊ ഈ കൺവെൻഷൻ ഞാൻ വിലയിരുത്തപ്പെടുമ്പോ, ഒറ്റവാക്കിൽ വിലയിരുത്തപ്പെടുമ്പോ ഏറ്റവും ഭംഗിയായ ഒരു കൺവെൻഷനും അംഗങ്ങളുടെ ഇടയിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൺവെൻഷനുമായിട്ടാണ് നമുക്കതിനെ വിലയിരുത്തപ്പെടാൻ പറ്റുന്നത്. സംഘടന അതിന്റെ ഉപരിഘടകം വിലയിരുത്തിയപ്പോ ജ്യോതികുമാർ സൂചിപ്പിച്ചു, അംഗങ്ങളുടെ ഇടയിലുള്ള ഒരു കോർഡിനേഷന്റെ കുറവ് വന്നിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടതാണ്. ആ കുറവ് പ്രകടമായത് പലപ്പോഴും സബ് കമ്മിറ്റി അംഗങ്ങളുടെ ഇടയിലുള്ള ആ കമ്മിറ്റിക്കകത്തുള്ള അംഗങ്ങളുടെ ഇടയിൽ അതുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ കവർ ചെയ്ത് നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഏറ്റവും അവസാന ദിവസങ്ങളിൽ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇത് സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നടന്നൊരു കാര്യം, ഒരു ചർച്ചയാണ്. കാരണം ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉള്ള മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് അതിനെ വാച്ച് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റ് ഒരു ഘടകത്തിനോ ഇവിടെ വന്നിട്ടുള്ള സമ്മേളന പ്രതികൾക്കോ മനസ്സിലാകണമെന്നില്ല. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോരായ്മ ഉള്ളതായിട്ട് നമുക്ക് തോന്നി. ഇവിടെ എനിക്ക് മുന്നേ ആരോ പറഞ്ഞ പോലെ ഏറ്റവും ഭംഗിയായത് ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ആ വേദി മാറ്റി കിട്ടി എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും ഭംഗിയായി, ഏറ്റവും സമാധാനപരമായി, മറ്റ് ഇഷ്യൂസുകളൊന്നുമില്ലാതെ നമുക്ക് നടത്താൻ പറ്റിയത് ആ മനോഹരമായ ആ സ്ഥലം നമുക്ക് കിട്ടിയെന്നുള്ളത്. എനിക്ക് തോന്നുന്നു സമയത്തൊന്നും ആരും അറിയ കൂടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളിൽ എവിടെയോ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ മറ്റ് ഡൈനിങ് ഹാൾ ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ കുറെ പ്രശ്നം. പക്ഷെ ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ആ സ്ഥലം ഏറ്റവും അവസാന നിമിഷം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പോലും ആ സ്ഥലം നമ്മളുടെ ഈ കൺവെൻഷന്റെ വിജയത്തിന് ഒരുപാട് സപ്പോർട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു പക്ഷേ വലിയ റെസ്ട്രിക്ഷൻ ഒക്കെ നിലനിൽക്കുന്ന ഒരു കോർപ്പറേഷൻ അകത്ത് തന്നെ ഇത്രയും
ഒരു തിരുവനന്തപുരം പോലൊരു ടൗണിനകത്ത് നമുക്ക് ഇത്രയും പബ്ലിസിറ്റിക്ക് അത്രയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വന്നിട്ടുള്ളതിനെ എല്ലാ പ്രവൃത്തികളും അംഗീകരിച്ചു പോയത് തന്നെയാണ്. ആ റെയിൽവേയുടെ അനൗൺസ്മെന്റും അവിടെ നടന്ന പബ്ലിസിറ്റി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ കൂടി കാസർഗോഡ് നിന്നുള്ള ഒരു പ്രവൃത്തി സംസ്ഥാന കമ്മിറ്റിയൊക്കെ അത് എടുത്തു പറഞ്ഞു. അത് വളരെ മനോഹരമായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള പിന്നെ ആ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങിയവർക്കൊക്കെ വളരെ ഒരു അഭിമാനം തോന്നുന്ന രീതിയിലേക്ക് ആ പബ്ലിസിറ്റി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ മറ്റു പ്രാന്തപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കൊടികൾ നമ്മൾ ചെയ്തതും ഫ്ലക്സ് ബോർഡുകളും ആർച്ചുകളും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ വാഹനങ്ങളിലുള്ള ഡിജിറ്റൽ പിന്നെ ഡിസ്പ്ലേയും ഒക്കെ നല്ല രീതിയിൽ ഗുണം ചെയ്തു. വളരെ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റി. ഏറ്റവും ഒരു അവസാന സമയത്താണെങ്കിൽ പോലും പബ്ലിസിറ്റി കമ്മിറ്റിയൊക്കെ എടുത്തിട്ടുള്ള ആ ഹാളിന്റെ മുൻവശം അത്തരത്തിലേക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ അലങ്കരിക്കാനും ഒക്കെ കഴിഞ്ഞത് അംഗങ്ങളുടെ ഇടയിൽ പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ സംവിധാന കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ആ പബ്ലിസിറ്റിക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരം സമ്മേളനം നടത്തിയ ആ സ്വാതന്ത്ര്യത്തിനും വളരെ അഭിമാനകരമായ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ നാളിതുവരെ നടന്നിട്ടുള്ള എല്ലാ കൺവെൻഷനുകളും സമ്മേളനങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ച രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറഞ്ഞിട്ടാണ് പ്രതികൾ പോകുന്നത്. അതിലൊന്ന് അവരുടെ താമസവുമായി ബന്ധപ്പെട്ടു, മറ്റൊന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ടു. പക്ഷെ ഈ രണ്ട് കാര്യത്തിൽ ഈ പ്രാവശ്യം ആർക്കും പ്രത്യേകിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ദിവസം ഈ പിന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കുറവ് വന്നാൽ ശരിക്കും നമ്മുടെ ആരുടെയും കുഴപ്പമല്ല, അത് നമ്മൾ പറഞ്ഞതിനേക്കാൾ വളരെ ഉയർന്ന എണ്ണത്തിലാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ അവിടെയെങ്കിലും അംഗങ്ങളുടെ താമസവും ഭക്ഷണവും വളരെ നല്ല രീതിയിൽ കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. നമ്മൾ കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പലരും അവരവരുടെ കോൺഫിഡൻസ് വെച്ചിട്ട് ഇന്നാരെയൊക്കെ ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ പോലും നമുക്ക് ആൻസറബിൾ ആയിട്ട് നാളെ ഒരാളെ ഉയർത്തി കാണിക്കുമ്പോൾ നമ്മളെ പഴി പറയാത്ത രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കമ്മിറ്റിയിൽ എല്ലാവർക്കും സ്വീകാര്യം തോന്നിയ കൂട്ടുപുര എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് സർവീസ് നമ്മൾ കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ആദ്യത്തെ ഒരു ഡൈനിങ് ഹാൾ നിറഞ്ഞു കഴിഞ്ഞു, വീണ്ടും ആട് ഭക്ഷണം കഴിക്കാനുണ്ട് എന്ന അവർക്ക് കൊടുത്ത മെസ്സേജ് അടിസ്ഥാനത്തിൽ അവര് സ്വാഭാവികമായി ആദ്യം കൊടുത്തതിനകത്ത് അവർ ആലോചിച്ചപ്പോൾ ഇനി എത്ര പേരുണ്ടെന്ന് ഇറങ്ങിയാൽ നമുക്ക് എണ്ണാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ ഒറ്റ ഇതുകൊണ്ട് തീരണം, ആ ഡൈനിങ് ഹാളിൽ ഒറ്റ ആവശ്യമായി തീർക്കാവുന്നതാണ്. പക്ഷെ അത് നിറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പുറത്ത് ആള് ഭക്ഷണം കഴിക്കാനുണ്ട്. അത് അവർക്ക് കാണുകയും ചെയ്യാം എത്ര ആളിനി നിൽക്കുന്നു, ഇനി ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യം അത് കുറച്ച് ജ്യോതി കൊണ്ട് വിശദീകരിച്ചു, കുറച്ച് അഡ്വാൻസ് ചെയ്തു എന്നുള്ളതാണ് ശരി. പക്ഷെ അതിലൊന്നും ആരോ ഒന്നോ രണ്ടോ പേര് വന്നിട്ട് എന്തൊക്കെ ഇത് പറഞ്ഞു എന്നുള്ളത് അതൊരു കാര്യമായിട്ട് കൂട്ടണ്ട. അതൊക്കെ സ്വാഭാവികമായ ഉണ്ടാകാവുന്ന നമ്മുടെ ഒരു കാര്യമില്ല. രണ്ടാമത്തെ ദിവസം നമ്മൾ ടോക്കൺ കൊടുത്തപ്പോൾ തന്നെ 10-38 പേരാണ് ന്യൂസിന്റെ ഭാഗമായിട്ട് അഡീഷണൽ ആയിട്ട് അവിടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം 48 പേര് കൂടുതലായിട്ട് 100-300 പേർക്ക് വാഹനം പറയുന്നത് 1000 പേർക്കല്ല പറഞ്ഞത്. 100-300 പേർക്ക് വാഹനം പറയുമ്പോൾ 48 പേര് ഒരു ന്യൂസിന്റെ ഭാഗമായിട്ട് ജീവനക്കാർ അധികം വരിക. പിന്നെ വേറെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് കുറെ ആളുകൾ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. കുറ്റമല്ല ഞാൻ പറയുന്നത്, ഈ എണ്ണമൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ഇത്രയധികം ആള് വരുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കൂടി നമ്മൾ അഡ്വാൻസ് ചെയ്യണമെന്നൊന്നും നമ്മളിത് പറഞ്ഞിരുന്നില്ല. അതിന്റെ ഒരു കുറവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അത്ര കൂടി ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത ദിവസം അത് ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി നേരത്തെ കൊടുത്തതിൽ നിന്ന് എണ്ണത്തിൽ നിന്നും അതിന്റെ ക്വാണ്ടിറ്റി വളരെ നല്ല രീതിയിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഉയർത്തിയിരുന്നു. അക്കോമഡേഷന്റെ കൺവീനർ ശരിക്കും ജില്ലാ പ്രസിഡന്റ് എല്ലാ അഭിനന്ദനവും പുള്ളി അർഹിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും എന്നെ ഒരുപാട് തവണ വിളിച്ചു. പുള്ളിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. സത്യം കാസർഗോഡ് പുള്ളിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. എങ്ങനെയാ എന്നെ വിളിച്ചു കറക്റ്റാണ് അത് അവിടെ ചെയ്യുന്നു, അവർക്ക് ലിസ്റ്റ് കൊടുക്കണ്ടേ അല്ലെ, ലിസ്റ്റ് കൊടുക്കണ്ടേ, അവരുടെ പേര് എഴുതി കൊടുക്കണ്ടേ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് പോലും പരാതിയില്ല നമുക്ക് അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റിയെന്നുള്ള മാത്രമല്ല സംഘടന അതിൽ ഏറ്റവും നല്ല രീതിയിൽ അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റി. അവിടെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ രാവിലത്തെ ഒരു വലിയ തിരക്ക് ബ്രേക്ക്ഫാസ്റ്റുമായി ബന്ധപ്പെട്ട അതറിയാമല്ലോ. രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരിക, പിന്നെ അവിടെ കുറെ സമയം അങ്ങനെ അതെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ വോളണ്ടിയേഴ്സുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞത് വോളണ്ടിയേഴ്സ് ആണ് ഏറ്റവും മെച്ചം. പക്ഷെ വോളണ്ടിയേഴ്സ് ആരായിരുന്നത് ഒരു ചോദ്യം ഇപ്പൊ പ്രകടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മുഴുവൻ സബ് കമ്മിറ്റി അംഗങ്ങളും പിന്നീട് വോളണ്ടിയേഴ്സ് ആയിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികമായ
നമുക്കൊരു കൂടുതൽ ഒരു സന്തോഷം ഇവിടെ തോന്നിയ ഒരു കാര്യം അതാണ്. ഇപ്പം എന്റെ ജോലി മീഡിയയാണ്, ഞാനത് കഴിഞ്ഞു, അല്ലെങ്കിൽ മീഡിയയ്ക്ക് മാത്രമാണല്ലോ ഏറ്റവും അവസാനം വരെ നിൽക്കേണ്ടി വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ള ഇപ്പൊ ഫുഡിന്റെ കാര്യം നമ്മൾ ഓർഗനൈസേഷൻ ഫുഡ് കമ്മിറ്റിയിൽ കുറെ ആളുകൾ, അതുപോലെ തന്നെ റിസപ്ഷൻ കമ്മിറ്റി, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ, പബ്ലിസിറ്റി, ഇവരെല്ലാം പിന്നീട് വാളണ്ടിയർ, എനിക്ക് തോന്നുന്നു ഓർഗനൈസ് എന്ന രീതിയിൽ നമ്മളെല്ലാം പിന്നീട് ഇതിന്റെ ഓർഗനൈസറായിട്ട് മാറി. ഈ ഇരിക്കുന്നവര് വാളണ്ടിയേഴ്സ് ആരാന്ന് ചോദിച്ചാൽ പിന്നീട് നമ്മളെല്ലാം വോളണ്ടിയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും എനിക്ക് പോലും പിന്നീട് വലിയ അതിശയം തോന്നുന്ന രീതിയിലൊരു പ്രവർത്തനമൊക്കെയാണ് നടക്കുന്നത്. എനിക്ക് തോന്നി ഈ കുടുംബശ്രീയുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അല്ലെ ആ ചെയർ മാറ്റാനും പിന്നീട് അഡീഷണൽ ഇട്ട് കൊടുക്കാനും അത് വളണ്ടിയേഴ്സ് ഒക്കെ ഗംഭീരമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്ത്. എനിക്ക് തോന്നുന്നു ന്യൂസ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് എടുത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് പറഞ്ഞാണ് അവരെ പോലും അതിശയപ്പെടുത്തിക്കൊണ്ടാണ്. വളണ്ടിയേഴ്സ് വളരെ ഗംഭീരമായി വർക്ക് ചെയ്തു. പിന്നെ ആ വളണ്ടിയേഴ്സിനകത്ത് ചിലവരുടെ പേരിപ്പ് എടുത്ത് പറഞ്ഞു അതിപ്പം 4J പോലെയുള്ള 1-2 പേരുടെ, കാരണം അവര് എന്താ പറയുക അരങ്ങത്തവരായിരുന്നു. അതുകൊണ്ട് പ്രസിഡന്റ് ഒക്കെ നോക്കുമ്പോ 4J എപ്പോഴും സജീവമാണല്ലോ. അപ്പൊ അത് പിന്നെ അത് 4Jക്ക് അറിയാം. പിന്നെ ലേഡീസ് വോളണ്ടിയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് അവര് ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്തു. മൊത്തത്തിൽ പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, ഈ ജില്ലയിലുള്ള സംസ്ഥാന കമ്മിറ്റികളും ഒക്കെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി ആ കൺവെൻഷൻ ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു പ്രശംസയും ഒക്കെ കിട്ടാൻ കാരണം. പേരെടുത്ത് പറയുമ്പോൾ ഒരു പേരൂടെ പറഞ്ഞു പോവാം. അത് നമ്മുടെ സന്തോഷവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സന്തോഷിനെ ഏൽപ്പിക്കുക, അത് എനിക്ക് ഞങ്ങളൊരു ദിവസം അത് തന്നെയാണ് പറഞ്ഞത്. രാത്രി നമ്മൾ അവിടെ പിരിയുമ്പോൾ എന്തോ ഒരു സമയമായി 1 മണി, നമ്മൾ 3 പേരോടെ പിരിയും. 1 മണി എന്ന് പറയും. ആ 1 മണിക്ക് സന്തോഷോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഒരു സ്ലിപ്പ് തന്നെ ഉണ്ടാക്കുന്നതായിരുന്നു. സന്തോഷം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒന്നും ഒഴിയുന്ന ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തൊക്കെയോ അങ്ങനെ അങ്ങനെ നോക്കുമ്പോ എല്ലാ ജോലി ഏറ്റ് വളരെ നല്ല രീതിയിൽ കൺവെൻഷന് വേണ്ടി സന്തോഷ് വളരെ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ അന്ന് എഴുതിയപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ എഴുതിയതാണ്. അത് അങ്ങനെ തന്നെയാണ്, സന്തോഷമുള്ള നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൺവെൻഷനെ മൊത്തത്തിൽ പറയേണ്ട ഒരു പേരും കൂടിയാണ്. അതെനിക്ക് തോന്നുന്നത് സഫറിന്റെ പേരാണ്. എനിക്ക് തോന്നുന്നു ഈ കൺവെൻഷനെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറ്റിയത് പ്രധാനമായും പബ്ലിസിറ്റിയാണ്. ആ പബ്ലിസിറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് കയറിയത് റെയിൽവേ ആണ്. അത് നിങ്ങൾ നോക്കിയോ, അടുത്ത സമ്മേളനം കൺവെൻഷനൊക്കെ വരുമ്പോൾ റെയിൽവേ ഉറപ്പാണ്. ആ രീതിയിലേക്ക് അത് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു അതിന്റെ തുടക്കം മുതൽ നമ്മുടെ ഈ ചില ഉദാഹരണത്തിന് നമ്മുടെ ഈ കല്യാണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവസാനം പോകാൻ നമുക്ക് ഭയങ്കര രസമാണ്. അവസാനം 2-3 സ്ഥലം പോയിരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഇതിന്റെ തുടക്കം ഒരു പ്രശ്നമാണ്. ഈ അവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഇതിന്റെ ഒരു ആരവത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പബ്ലിസിറ്റിക്ക് നല്ല പണിയുണ്ടായിരുന്നു. അത് ഓരോ സ്പോട്ട് കണ്ടുപിടിക്കുന്നതിനും അതിന്റെ ചുമരെഴുത്തുന്നതിന്റെ സ്പോട്ടിന് ഡിജിറ്റൽ ബോർഡ് കണ്ടുപിടിക്കുന്നതിനും അതൊക്കെ ആ ഗ്രൂപ്പ് നിങ്ങൾ ഇപ്പോൾ നോക്കിയാലും അതിനകത്തുണ്ടാവും. അപ്പോ അങ്ങനെ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നു, ഒപ്പം എടുത്തു പറയുന്ന 1-2 പേരുകളുടെ കൂട്ടത്തിൽ ഞാൻ സഫറിന്റെ പേര് കൂടി പറഞ്ഞതാണ്. എല്ലാവരുടെയും കൂട്ടായ്മയുടെ വിജയമാണ്. തീർച്ചയായും അതിന്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള സംഘടനാപരമായ ബിസിനസ് പരമായ വളർച്ച നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഈ കൺവെൻഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൂടി പരിശോധിക്കേണ്ടതാണ്. അത് ആ തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വലിയ കമ്പനിയുടെ ആ കമ്പനിയെ നിയന്ത്രിക്കുന്ന, ആ കമ്പനിയെ അല്ലെങ്കിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു വലിയ ഓർഗനൈസേഷന്റെ ഭാഗമാണ് നമ്മളൊക്കെ. നമ്മളാരും അത്ര നിസ്സാരക്കാരൊന്നും അല്ല, മനസ്സിലായി. ഇപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ KCB പോലെയുള്ള പോൾറാൻഡുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. സ്റ്റാർ പോലെയുള്ള വലിയ വലിയ കമ്പനികളുടെ അലയൻസ് വരുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർ ഉയർത്തുന്ന വലിയ വലിയ അവർ ഉയർത്തുന്ന വലിയ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായ ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നിസ്സാരമുള്ള പ്രശ്നങ്ങളല്ല. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ വലിയ വലിയ വിഷയങ്ങളാണ്. പക്ഷെ ഈ വ്യവസായത്തിൽ നമ്മൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട. ആ വ്യവസായത്തിൽ നമ്മൾ ഉണ്ടായേ പറ്റും. കാരണം നമുക്കൊരു 4 നൂറ്റാണ്ട് നമ്മുടെ ജീവിതം കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനം അതൊരു KCBക്കോ അതൊരു സ്റ്റാറിനോ അതൊരു മറ്റുള്ള സംവിധാനത്തിനോ ഇട്ടു പോകാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് ആ ഓർഗനൈസേഷൻ ഏറ്റവും ശക്തിയായി കൊണ്ടുപോകേണ്ടതായ ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാം ഉള്ളത്. വളരെ വളരെ വേഗത്തിലാണ് ഇതിന്റെ പോക്ക്. നമ്മളിപ്പോ ഈ കഴിഞ്ഞ കൺവെൻഷന്റെ അവലോകനം നടത്തുമ്പോൾ ഇതിപ്പോ ഏപ്രിൽ മാസമായി.
എന്ന് പറഞ്ഞാൽ ഇനി ഒരു 6ാമത്തെ മാസം സമ്മേളനത്തിന് തുടക്കമാവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഫാസ്റ്റായിട്ട് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത് 24 മണിക്കൂർ കൊണ്ട് 360 ദിവസം. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാതെ നമ്മൾ അത്രത്തോളം ബിസിയാണ് ഓരോരുത്തരും. നമുക്ക് 24 മണിക്കൂർ തികയാതെ വരുന്ന ബിസിനസ്സുകാരായി നമ്മളൊക്കെ മാറി. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഈ ബിസിനസ്സിനൊപ്പം മറ്റധികം കുറെ ബിസിനസ് കൂടി ആഡ് ചെയ്യാൻ സംഘടന ആലോചിക്കുന്നുണ്ട്. അത് കൂടി നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതല്ല നമ്മൾ അടിസ്ഥാനപരമായി ഈ വ്യവസായം മാത്രം ചെയ്ത് ജീവിതം കഴിക്കാന്നുള്ള ഒരു ധാരണ മാത്രം ഉണ്ടാവില്ല. വലിയ വലിയ വ്യവസായത്തിനും കൂടി നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ടുവരികയാണ്. ഇപ്പൊ നമ്മുടെ ചാനലുകൾ നോക്കിയാൽ, ഇപ്പോ നമ്മുടെ കേരള വിഷൻ ന്യൂസ് ചാനലാണെങ്കിലും നമ്മളെ തന്നെ മലയാളം ന്യൂസ് ആണെങ്കിലും ഒക്കെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. നമ്മുടെ ഒരു ബാക്ക്ബോർഡ് ആണ് നമ്മുടെ ചാനലുകളൊക്കെ. അപ്പോ അത്തരത്തിൽ നമ്മൾ ഉയർന്ന് ചിന്തിക്കുക. നമ്മൾ ഒരു 25 വർഷം പിന്നിൽ നിന്നിട്ട് ഞാൻ കേബിൾ ടി വി ഓപ്പറേറ്റർ ആണെന്ന് പറയുന്ന രാഘവനോട് പറയാതിരിക്കുക. നമ്മൾ ആ 25 വർഷത്തെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതാണ്. അത്ര വലിയ മാറ്റം ഈ വ്യവസായം കൊണ്ടുവരുമ്പോൾ ആ വ്യവസായത്തിൽ ഒരു ബിസിനസ്മാനായി നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. ആ മാറുന്നതിന് ഈ കൺവെൻഷൻ നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ടാകട്ടെ. അതുണ്ടാകും. തീർച്ചയായും ആ കൺവെൻഷൻ വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ സഹകരിച്ച അതിന് വലിയ രീതിയിൽ അതിനുവേണ്ടി പ്രയത്നിച്ച, അഹോരാത്രം പണിയെടുത്ത തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ എന്റെ സഹപ്രവർത്തകരെ ഒറ്റ വാക്കിൽ സംഘടനയ്ക്ക് വേണ്ടി എന്റെ വ്യക്തിപരമായി ഞാൻ നന്ദി പറഞ്ഞു.